നമസ്കാരം. എല്ലാവർക്കും സ്മാർട്ട് പ്രിപ്പയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് NCERT 5ാമത്തെ പാഠമായിട്ടുള്ള നിയമനിർമ്മാണ സഭയാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം. ആദ്യം പറയുന്നത് എന്താണ് പാർലമെന്റിന് 2 സഭകളുടെ ആവശ്യകത എന്നാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ പാർലമെന്റിന് 2 സഭകളുണ്ട് എന്നുള്ള കാര്യം. അപ്പം ആദ്യം എന്താണ് പാർലമെന്റ് എന്ന് അറിയണം. ഇന്ത്യയുടെ ദേശീയ നിയമനിർമ്മാണ സഭയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? നിയമനിർമ്മാണ സഭയുണ്ട്. അപ്പൊ സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് നിയമസഭകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയുടെ പാർലമെന്റിന് എത്ര മണ്ഡലങ്ങളുണ്ട്? ലോകസഭ, രാജ്യസഭ എന്നിങ്ങനെ 2 മണ്ഡലങ്ങൾ ഇന്ത്യൻ പാർലമെന്റിന് ഉണ്ട്. ഇങ്ങനെ 2 സഭകൾ വീതമുള്ള പാർലമെന്റ് സംവിധാനത്തെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് വിളിക്കുന്നു. ഇനി സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയോ ദ്വിമണ്ഡല നിയമനിർമ്മാണ വ്യവസ്ഥയോ സ്വീകരിക്കാനുള്ള അനുവാദം ആര് നൽകിയിട്ടുണ്ട്? ഭരണഘടന നൽകിയിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ ദ്വിമണ്ഡല വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം നമുക്ക് നോക്കാം. ബീഹാർ, കാശ്മീർ, കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവയാണവ. അപ്പം നിങ്ങൾ ആലോചിക്കും എന്താ ഇപ്പം ജമ്മു കാശ്മീർ ഇല്ലാത്തത് എന്ന്. ജമ്മു കാശ്മീർ ഇന്ന് എന്താണ്? ഒരു യൂണിയൻ ടെറിട്ടറി ആണ്, നമുക്കറിയാം. അപ്പോൾ 6 സംസ്ഥാനങ്ങളിലാണ് നിലവിൽ എന്തുള്ളത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ളത്. അപ്പം ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു കോഡ് ഇവിടെ ഉപയോഗിക്കാം. അംബു കെ ടി. അപ്പം എ ആന്ധ്രാപ്രദേശ്, എം മഹാരാഷ്ട്ര, ബി ബീഹാർ, യു ഉത്തർപ്രദേശ്, കെ കർണാടക, ടി തെലങ്കാന. അപ്പം ഇങ്ങനൊരു കോഡ് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇത് ഓർത്ത് വെക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഇത് മറന്നുപോകും. ഇനി എന്തിനാണ് നമ്മൾ ഇങ്ങനെ 2 സഭകളുള്ള ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സ്വീകരിച്ചത് എന്നതിനുള്ള ഉത്തരമാണ് ഇവിടെ നൽകുന്നത്. വളരെ വലിപ്പവും ധാരാളം വൈവിധ്യങ്ങളുമുള്ള രാജ്യങ്ങൾ ദ്വിമണ്ഡല വ്യവസ്ഥ സ്വീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? ഇത് രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും പ്രാതിനിധ്യം നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ തീരുമാനങ്ങളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം. ഒരു സഭയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അടുത്ത സഭയുടെ പരിഗണനയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാ ബില്ലുകളും നയങ്ങളും 2 പ്രാവശ്യം ചർച്ച ചെയ്യുന്നതിന് വഴിയൊരുക്കുന്നു. തിരക്കിട്ട് ആവശ്യമായ കൂടിയാലോചന കൂടാതെ ഒരു സഭ തീരുമാനമെടുത്താൽ പോലും അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് അവസരം നൽകുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ വൈവിധ്യമുള്ള ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സ്വീകരിക്കുന്നതിലൂടെ വിവിധ വിഭാഗത്തിൽ നിന്നുള്ള ജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ 2 സഭകൾ ഉള്ളതിലൂടെ ഗവൺമെന്റ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അതുപോലെ തന്നെ ഓരോ ബില്ലുകളും ഒക്കെ എന്ത് ചെയ്യാണ്? 2 തവണ പുനഃപരിശോധനയ്ക്ക് വിധേയമാവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. രാജ്യസഭയുടെ ഘടനയെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. അപ്പൊ ലോകസഭ അധോസഭ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും എപ്പോഴും തിരിഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. രാജ്യസഭയിലും രായുണ്ട്, ഉപരിസഭയിലും എന്തുണ്ട്? രായുണ്ട്. അപ്പൊ മാറിപ്പോല. രാജ്യസഭയാണ് ഉപരിസഭ. ഇനി രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സംസ്ഥാനത്തെ ജനങ്ങൾ നിയമസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും സംസ്ഥാന നിയമസഭാംഗങ്ങൾ സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. സിമ്പിളായിട്ട് പറയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ MLAമാരാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭ MP മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, രാജ്യസഭയിലെ എല്ലാ MP മാരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? അല്ല. ഒരു 12 പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അത് നമുക്ക് പറയാം. ഉപരിസഭയായ രാജ്യസഭയിലെ പ്രാതിനിധ്യം ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നത്? അപ്പൊ 2 തരത്തിലുള്ള തത്വങ്ങളുണ്ട്, നോക്കാം.
ഒന്ന്, എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പ്രാതിനിധ്യം. ജനസംഖ്യയോ സംസ്ഥാനത്തിന്റെ വലുപ്പമോ പരിഗണിക്കാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പ്രാതിനിധ്യം നൽകുന്നു. ഇതിനെ സമതുലിത പ്രാതിനിധ്യം എന്നാണ് പറയുന്നത്. USA ഈ ഒരു സിസ്റ്റമാണ് നിലവിൽ നിൽക്കുന്നത്. അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും എത്ര ജനസംഖ്യയോ അല്ലെങ്കിൽ അതിന് എത്ര വലുപ്പമുണ്ടോ എന്നൊന്നും നോക്കാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ സീറ്റുകൾ അനുവദിക്കുന്നു. ഇതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തേത്, സംസ്ഥാനത്തെ ജനസംഖ്യയ്ക്കനുസരിച്ച് പ്രാതിനിധ്യം നൽകുന്ന രീതിയാണിത്. ഇതനുസരിച്ച് കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രതിനിധികളെ ലഭിക്കുന്നു. അപ്പൊ ഇന്ത്യയിൽ ഏത് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ജനസംഖ്യയ്ക്കനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പ്രാതിനിധ്യം നൽകുന്നത്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശിനാണ്. ഉത്തർപ്രദേശിൽ നിന്ന് എത്ര പേര് വരുന്നുണ്ട്? 31 രാജ്യസഭാ MP-മാരുണ്ട്. അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റുകളുണ്ട്. അതേസമയം സിക്കിം വളരെ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണല്ലേ. ഇവിടെ നിന്ന് ആകെ ഒരാൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രാജ്യസഭയിലെ അംഗസംഖ്യ എങ്ങനെയാണെന്നുള്ള കാര്യമാണ്. ആകെ അംഗസംഖ്യ, അതായത് പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 250 അതിൽ 238 പേര് തെരഞ്ഞെടുക്കപ്പെടുന്നു. എങ്ങനെ? ഓരോ സംസ്ഥാനങ്ങളിലെയും നിയമസഭയിലെ MLA-മാർ എന്ത് ചെയ്യുന്നു, അതാത് സംസ്ഥാനങ്ങളിലെ രാജ്യസഭ MP-മാരെ തെരഞ്ഞെടുക്കുന്നു. ഇനി 12 പേര് എന്ത് ചെയ്യാണ്? രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച 12 പേരെ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു, നോമിനേറ്റ് ചെയ്യുന്നു. ഇനി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിരിച്ചുവിടാൻ വേണ്ടി പറ്റില്ല. എങ്ങനെയാണ് ഇത് സ്ഥിരം സഭയാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നതിനാൽ ഒരംഗത്തിന് 6 വർഷം കാലാവധി ലഭിക്കും. അപ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ എന്ത് ചെയ്യുന്നു, പിരിഞ്ഞു പോകുന്നു. ആ സീറ്റിലേക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ സീറ്റ് ഫില്ലാവുന്നു. അപ്പോൾ ഒരു രാജ്യസഭ MP-യുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 വർഷമാണ്. ഒരു രാജ്യസഭ MP-യുടെ കാലാവധി 6 വർഷമാണ്. എന്നാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ലോകസഭ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോകസഭ. ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ലോകസഭ, അധോസഭ, അല്ലെങ്കിൽ അധോലോകം എന്നാലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇതിനായി രാജ്യത്തെ ഭൂപ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിയോജക മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സാധാരണയായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏതാണ്ട് തുല്യ ജനസംഖ്യയായിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ അംഗങ്ങളെ വീതം തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ രാജ്യത്ത് 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. അതായത് രാജ്യത്തെ മൊത്തമായിട്ട് 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു MP-യെ വീതം നമ്മൾ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണ് കേട്ടോ. അതെങ്ങനെയാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1971 സെൻസസ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നിലവിലുള്ള ലോകസഭാ നിയോജക മണ്ഡലങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്തിട്ടില്ല, മാറ്റം വരുത്തിയിട്ടില്ല. മുൻപ് ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ 104-ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു, അത് നിർത്തലാക്കി. അതായത് 2020 എന്ത് ചെയ്തു, അത് നിർത്തലാക്കി എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. അതുപോലെ രാജ്യസഭ പിരിച്ചുവിടാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ലോകസഭ എന്ത് ചെയ്യാൻ പറ്റും, പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു സഖ്യത്തിനും ഭൂരിപക്ഷം ഇല്ലെങ്കിലോ സഭ പിരിച്ചുവിടാൻ പ്രധാനമന്ത്രി പ്രസിഡന്റിനെ ഉപദേശിക്കുകയോ ചെയ്താൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് രാഷ്ട്രപതിക്ക് ലോകസഭ പിരിച്ചുവിടാം. അതായത് 5 വർഷം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രസിഡന്റിനോട് പറയാം, നമുക്ക് കുറച്ചും കൂടെ ഇലക്ഷൻ നേരത്തെയാക്കാം. ഇത്തരത്തിലും എന്ത് ചെയ്യാൻ പറ്റും, ലോകസഭ നേരത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ കൃത്യമായിട്ട് ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്താലോ എന്ത് ചെയ്യാൻ പറ്റും, ലോകസഭ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം പ്രധാനമന്ത്രി അല്ല പിരിച്ചുവിടുന്നത്, പിന്നെ ആരാണ് പിരിച്ചുവിടുന്നത്? അത് പ്രസിഡന്റ് ആണ് ലോകസഭ പിരിച്ചുവിടുന്നത്. ഇനി പാർലമെന്റിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമനിർമ്മാണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്.
പാർലമെന്റ് രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നു. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ ബില്ലുകളുടെ കരട് തയ്യാറാക്കുന്നത്. ബില്ലുകളുടെ ഉള്ളടക്കം മന്ത്രിസഭയാണ് തീരുമാനിക്കുന്നത്. എല്ലാ പ്രധാന ബില്ലുകളും ക്യാബിനറ്റിന്റെ അംഗീകാരത്തോടെയാണ് പാർലമെന്റിൽ എത്തുന്നത്. എന്താണ് ഈ ക്യാബിനറ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു മന്ത്രിസഭയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, അതുപോലെ തന്നെ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരടങ്ങിയ ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് വിളിക്കുന്നത്. മന്ത്രിമാർ അല്ലാത്തവർക്കും ബില്ലുകൾ അവതരിപ്പിക്കാമെങ്കിലും സർക്കാർ പിന്തുണയില്ലാതെ അവ പാസ്സാക്കിയെടുക്കാൻ സാധിക്കില്ല. അതായത് മന്ത്രിമാർക്കും ബില്ല് അവതരിപ്പിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഒരു സാധാരണ എംപിക്കും എന്ത് ചെയ്യാൻ പറ്റും? ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത ചുമതലയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും അവർ ജനഹിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നും ഉറപ്പ് വരുത്തുക. നമ്മൾ ഈ ഭാഗം ലാസ്റ്റിലോട്ട് ഒന്നുകൂടെ പറയും, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് പറയാട്ടോ. ഇനി സാമ്പത്തിക നിയന്ത്രണം. എങ്ങനെയാണ് പാർലമെന്റ് സാമ്പത്തിക നിയന്ത്രണം നടത്തുന്നത് നമുക്ക് നോക്കാം. ഗവൺമെന്റിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ധാരാളം പണം ആവശ്യമാണ്. ഈ പണം എവിടെ നിന്ന് ലഭിക്കുന്നു? ഗവൺമെന്റ് വിവിധ ഇനം നികുതികളിലൂടെയാണ് പണം കണ്ടെത്തുന്നത്. എന്നാൽ പാർലമെന്റിന്റെ അംഗീകാരത്തോടെ അല്ലാതെ നികുതി ചുമത്താൻ ഗവൺമെന്റിന് കഴിയില്ല. ഒരു നികുതി നിർദ്ദേശവും ലോകസഭയുടെ അംഗീകാരമില്ലാതെ നടപ്പാക്കാൻ കഴിയില്ല. എല്ലാ വർഷവും ധനമന്ത്രി അവതരിപ്പിക്കുന്ന വാർഷിക വരവ് ചെലവ് കണക്കായ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബജറ്റ് നിർദ്ദേശങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സർക്കാരിന് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും ചെലവുകൾ നടത്താനുമുള്ള അനുവാദം പാർലമെന്റിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി പാർലമെന്റിന്റെ മറ്റൊരു ചുമതലയാണ് പ്രാതിനിധ്യ ചുമതല. എന്താണിത്? പാർലമെന്റിലെ അംഗങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായതിനാൽ വിവിധ പ്രാദേശിക, സാമൂഹിക, സാമ്പത്തിക, മതവിഭാഗങ്ങളുടെ കാഴ്ചപ്പാടുകൾ പാർലമെന്റ് പ്രതിനിധാനം ചെയ്യുന്നു. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് നമുക്കറിയാം അല്ലെ, അത്രയധികം വൈവിധ്യങ്ങളുള്ള, അത്രയധികം മതങ്ങളുള്ള, അത്രയധികം ഭാഷകൾ സംസാരിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അപ്പൊ ഇവരെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രതിനിധി, അല്ലെങ്കിൽ നമ്മളെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രതിനിധികളാണ് എവിടെ എത്തുന്നത്? ഈ പറയുന്ന പാർലമെന്റിലോട്ട് എത്തുന്നത്. ഇനി എന്താണ് ചർച്ചാപരമായ ചുമതല? നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ചർച്ചാവേദിയാണ് പാർലമെന്റ്. നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്, ഈ പാർലമെന്റിന്റെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും ചില സമയത്ത് അത് പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നതും ഇറങ്ങിപ്പോക്കിലേക്കൊക്കെ നയിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചർച്ചകൾ നടത്തുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരത്തിന് യാതൊരു നിയന്ത്രണവുമില്ല. ഭയരഹിതമായി ഏതൊരു കാര്യത്തെക്കുറിച്ചും സംസാരിക്കുവാനുള്ള അവകാശം പാർലമെന്റ് അംഗങ്ങൾക്കുണ്ട്. കാരണം നമ്മൾ പറയുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നല്ലേ, നമുക്ക് ആർക്കെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റില്ല. നമ്മളെ പ്രതിനിധീകരിക്കുന്ന എംപിമാരാണ് എന്ത് ചെയ്യേണ്ടത്? പാർലമെന്റിൽ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെക്കുറിച്ചും വിശകലനം നടത്താൻ ഇത് പാർലമെന്റിനെ പ്രാപ്തമാക്കുന്നു. ഇനി ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ട പാർലമെന്റിന്റെ ഒരു ചുമതലയാണ്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. ഈ ഭരണഘടന തന്നെയാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. അതായത് ഭരണഘടന അത് തന്നെയാണ്, പക്ഷെ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാലോചിതമായിട്ട് മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കുള്ളൂ. അപ്പൊ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് ആരാണ്? അത് പാർലമെന്റ് ആണ് എന്ന് നമുക്കിവിടെ മനസ്സിലായല്ലോ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് പാർലമെന്റിനാണ്. ഇനി തിരഞ്ഞെടുപ്പ് ചുമതല. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്, വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനും ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. അതിൽ ഈ എംപിമാര് അംഗങ്ങളാണ്. അപ്പൊ അതിൽ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് കാര്യനിർവഹണ വിഭാഗം എന്ന ചാപ്റ്ററിൽ എന്ത് ചെയ്യാം, പറയാം. ഇനി നീതിന്യായ ചുമതലകൾ. ഇതാണ് എല്ലാവർക്കും കുറച്ച് ഡൗട്ട് തോന്നുക. പാർലമെന്റിന് എന്താണ് ഈ നീതിന്യായ ചുമതലകൾ എന്നുള്ള കാര്യം തോന്നും. നോക്കുക, പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ വിചാരണ ചെയ്ത് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നീക്കം ചെയ്യുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതി എന്താണ്? പക്ക നമ്മുടെ ഈ പറഞ്ഞ കോടതികളിൽ നടക്കുന്ന ഏതാണ്ട് വിചാരണ പോലെ അതുപോലെ തന്നെയാണ് പാർലമെന്റിൽ ഇവരെ ഇംപീച്ച്മെന്റ് പ്രോസസ്സും നടക്കുന്നത്. അതുകൊണ്ടാണ് പാർലമെന്റിന് നീതിന്യായ ചുമതലകൾ ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ലോകസഭയുടെയും രാജ്യസഭയുടെയും അധികാരങ്ങൾ ഇവിടെ കോളമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് നോക്കാം.
യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നു. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്തുന്ന ആരാണ്? യൂണിയൻ ഗവൺമെന്റ് ആണ് അല്ലെ. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. കൺകറന്റ് ലിസ്റ്റിലാണെങ്കിലോ രണ്ടു കൂട്ടർക്കും നിയമനിർമ്മാണം നടത്താൻ പറ്റും, കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും. അപ്പം യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നു. ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. പക്ഷെ അതേസമയം രാജ്യസഭ നോക്കിക്കേ, ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്നു. ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുന്നു. അതായത് ഒരു ധനബില്ല് എവിടെ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ? നമ്മുടെ ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. രാജ്യസഭയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു ഡ്യൂട്ടി ധനബില്ലിന്റെ അല്ലെങ്കിൽ മണി ബില്ലിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ലോകസഭ പാസ്സാക്കി കഴിഞ്ഞ് രാജ്യസഭയിലോട്ട് അയക്കും. രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാം? അവരുടെ നിർദ്ദേശങ്ങളോട് കൂടിയിട്ട് ലോകസഭയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഇനി ഒന്നും ഒരു തീരുമാനം എടുക്കാതെ കൈവശം വെക്കാനും പറ്റും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലോകസഭ രാജ്യസഭ പാസ്സാക്കിയതായിട്ട് കണക്കാക്കും. അപ്പൊ കാര്യമായിട്ടുള്ള ഒരു റോള് ധനബില്ലിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കാര്യമായ ഒരു പവർ രാജ്യസഭയ്ക്ക് എവിടെ ഇല്ല? ധനബില്ലിന്റെ കാര്യത്തിൽ ഇല്ല. എന്നാൽ ധനേതര ബില്ലുകളിൽ രണ്ടുപേരും ഒരേപോലെയാണ്. ധനേതര ബില്ലുകളാണെന്നുണ്ടെങ്കിൽ ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. അപ്പൊ ധനബില്ല് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാവും. അത് നമ്മൾ ബില്ല് എങ്ങനെയാണ് നിയമമാവുന്നത് എന്നുള്ള പ്രോസസ്സ് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നികുതി നിർദ്ദേശങ്ങൾ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബജറ്റുകൾ തുടങ്ങിയ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ബജറ്റ് നമ്മൾ ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത്, ഒരിക്കലും രാജ്യസഭയിൽ അവതരിപ്പിക്കില്ല. ഇനി ലോകസഭയുടെ മറ്റ് പ്രധാനപ്പെട്ട ചുമതല എന്താണ്? ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഇതേ ചുമതല ആർക്കുമുണ്ട്? രാജ്യസഭയ്ക്കും ഉണ്ട്. അനുബന്ധ ചോദ്യങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന കാര്യത്തിലും ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും എന്തുണ്ട്? ഒരേപോലെ പവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ലോകസഭയുടെ മറ്റൊരു ചുമതലയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അംഗീകരിക്കുന്നു. ഇനി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്നു. അതുപോലെ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ തുടങ്ങിയവരെ നീക്കം ചെയ്യുന്നു. ഇതേപോലെ തന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുപ്പിൽ ആരും പങ്കാളികളാവുന്നുണ്ട്? രാജ്യസഭ എംപിമാരും പങ്കാളികളാവുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ തുടങ്ങിയവരെ നീക്കം ചെയ്യുന്നു. ഈ പ്രോസസ്സിൽ രാജ്യസഭ എംപിമാരും പങ്കാളികളാണ്. ഇനി കമ്മിറ്റികൾ, കമ്മീഷനുകൾ എന്നിവ രൂപീകരിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു. അപ്പൊ ലോകസഭയിലും പാർലമെന്ററി കമ്മിറ്റികൾ ഉണ്ടാവാറുണ്ട്, രാജ്യസഭയിലും പാർലമെന്ററി കമ്മിറ്റികൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും അടങ്ങുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികളും രൂപീകരിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി രാജ്യസഭയുടെ ഒരു പ്രത്യേക അധികാരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളുടെ നിയമനിർമ്മാണത്തിനുള്ള അധികാരം യൂണിയൻ പാർലമെന്റിന് കൈമാറാൻ വേണ്ടി സാധിക്കും. അതായത് രാജ്യസഭയ്ക്കുള്ള ഒരു പ്രത്യേക അധികാരമാണത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തണം എന്നുണ്ടെങ്കിൽ, യൂണിയൻ ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. കാരണം എന്താണ്? രാജ്യസഭയാണ് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പാർലമെന്റിൽ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് രാജ്യസഭ രൂപീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിടേണ്ടതുണ്ട്. സംസ്ഥാന പട്ടികയിലുള്ള ഏതെങ്കിലും വിഷയം രാജ്യത്തിന്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. ഈ വ്യവസ്ഥ രാജ്യസഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നന്നായിട്ട് നോക്കി വെക്കാം. ഇനി ലോകസഭയ്ക്കും ഇതുപോലെ ചില വിശേഷ അധികാരങ്ങളുണ്ട്. എന്താണ് ലോകസഭയുടെ വിശേഷ അധികാരം? ധനബില്ലുകൾക്ക് മുൻകൈ എടുക്കുവാനും ഭേദഗതി വരുത്തുവാനും ലോകസഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അതുപോലെ തന്നെ മന്ത്രിസഭയ്ക്ക് വിധേയത്വമുള്ളത് ലോകസഭയോട് മാത്രമായിരിക്കും. മന്ത്രിസഭയ്ക്ക് ആരോടല്ല വിധേയത്വമുള്ളത്? രാജ്യസഭയോടല്ല, ലോകസഭയോടാണ്. രാജ്യസഭയ്ക്ക് സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, എന്നാൽ പുറത്താക്കാൻ അധികാരമില്ല. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ
അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ ഗവൺമെന്റിനെ പുറത്താക്കുവാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? ലോകസഭയ്ക്ക് മാത്രമാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഇവിടെ പറയാം, രാജ്യസഭയുടെ പ്രത്യേക അധികാരം എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ രാജ്യസഭയുടെ അംഗീകാരം അല്ലെങ്കിൽ പരിഗണനയ്ക്ക് വിടേണ്ടതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ ആരുടെ അംഗീകാരം വേണം? രാജ്യസഭയുടെ അംഗീകാരം വേണം. ഇനി നമ്മൾ ലോകസഭ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ധനബില്ലുകൾക്ക് ആദ്യം അവതരിപ്പിക്കാനും അല്ലെങ്കിൽ ധനബില്ലുകളുടെ കാര്യത്തിൽ പവർ ആർക്കാണുള്ളത്? ലോകസഭയ്ക്കാണുള്ളത്. മന്ത്രിസഭയ്ക്ക് വിധേയത്വമുള്ളത് ആരോടാണ്? ലോകസഭയോടാണ്. അതുപോലെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? അത് ലോകസഭയിലാണ്, രാജ്യസഭയിലല്ല. ബജറ്റ് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? അതും ലോകസഭയിൽ ആണ്. ഇനി പാർലമെന്റ് എങ്ങനെയാണ് നിയമനിർമ്മാണം നടത്തുന്നത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇതാണ് ഇനി പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ ഒരു ഭാഗം. ഇത് കഴിഞ്ഞാൽ പിന്നെ കാര്യമായ കാര്യങ്ങളൊന്നും ഈ ചാപ്റ്ററിൽ ഇല്ല. പാർലമെന്റിലെ ഏറ്റവും പ്രധാന ചുമതല നിയമനിർമ്മാണം നടത്തുകയാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ നിയമനിർമ്മാണം നടത്തുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേക നടപടിക്രമങ്ങൾ ഉണ്ടോ? ഉണ്ട്. നിയമനിർമ്മാണം നടത്തുന്നതിന് ഭരണഘടന നിഷ്കർഷിച്ചിട്ടുള്ള ചില വ്യക്തമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന ചാർട്ട് ഒരു നയപരമായ തീരുമാനം ബില്ലായി വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് നിയമമായി മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് നോക്കാം. ജസ്റ്റ് ആദ്യം നമുക്കൊന്ന് ഈ ഫ്ലോ ചാർട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ധനേതര ബില്ലുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സഭയിലും പാർലമെന്റ് ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. ലോകസഭയിൽ ആദ്യം അവതരിപ്പിക്കാം. രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാം. ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭയാണ് നമ്മൾ ഒന്നാം സഭ എന്ന് വിളിക്കുന്നത്. ഇവിടെ 3 വായനകളുണ്ട്. ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. എന്നിട്ട് എന്ത് ചെയ്യും? ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ രണ്ടാം സഭയിലോട്ട് അയക്കും. അവിടെയും ഇതേ സെയിം പ്രോസസ്സാണ്. ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. അങ്ങനെ രണ്ടാം സഭയും പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റിന് എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. പ്രസിഡന്റിന്റെ ഒപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിയമമായിട്ട് മാറും. ഇങ്ങനെയാണ് പ്രോസസ്സ്. അപ്പൊ നോക്കിക്കേ, ഒന്നാം വായന നമ്മൾ കണ്ടു അല്ലെ? ബില്ല് ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കുകയാണ് ഒന്നാം വായനയിൽ ചെയ്യുക. പ്രധാനമായിട്ടും ബില്ലിൽ ഓരോ വകുപ്പുകളും ഒക്കെ ചർച്ച ചെയ്യുകയും വോട്ടിനിടുകയും അത് അംഗീകരിക്കണോ വേണ്ടയൊക്കെ തീരുമാനിക്കുന്നത് രണ്ടാം വായനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് നടക്കുന്നത് രണ്ടാം വായനയിലാണ്. ഈ രണ്ടാം വായനയിൽ 2 ഘട്ടങ്ങളുണ്ട്. കമ്മിറ്റി ഘട്ടവുമുണ്ട്, റിപ്പോർട്ടിംഗ് ഘട്ടവും ഉണ്ട്. എന്താണ് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആണ് എന്ത് വരുന്നത്? മൂന്നാം വായന വരുന്നത്. അപ്പൊ ഒന്നാം വായന, രണ്ടാം വായനയിൽ കമ്മിറ്റി ഘട്ടവും റിപ്പോർട്ടിംഗ് ഘട്ടവും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാം വായന, ദെൻ അടുത്ത സഭയിലോട്ടായിരിക്കും. സെയിം പ്രോസസ്സ് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം. ഒരു ബില്ല് എന്നാൽ എന്താണെന്ന് അറിയാമോ? നിർദ്ദേശിക്കപ്പെടുന്ന ഒരു നിയമത്തിന്റെ കരട് രേഖയാണ് ബില്ല്. ഒരു ബില്ല് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കറിയില്ല അല്ലെ? പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ? ഇത്തരം പ്രകടന പത്രികകളിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനും ജനങ്ങളെ തങ്ങളുടെ കൂടെ നിർത്തുന്നതിനും ജനകീയ പ്രസ്ഥാനങ്ങളുടെ സമ്മർദ്ദ ഫലമായൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ബില്ലുകൾ തയ്യാറാക്കപ്പെടാറുണ്ട്. ഒരു നയം നടപ്പിലാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചാൽ മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യും? ആ മന്ത്രാലയം ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ വേണ്ടി ആരംഭിക്കും. ധനകാര്യ ബില്ലുകൾ ഒഴികെയുള്ള മറ്റെല്ലാ ബില്ലുകളും രണ്ടിലേതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിച്ചാൽ മതിയാകും. എന്നാൽ ധനകാര്യ ബില്ലുകൾ ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാനാവൂ. ആദ്യത്തെ സഭ ബില്ല് പാസാക്കി കഴിഞ്ഞാൽ ഇതിനെ അടുത്ത സഭയുടെ പരിഗണനയ്ക്കായി വിടുന്നു. രണ്ടാമത്തെ സഭയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബില്ല് പാസാക്കിയാൽ അതിനെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതിലൂടെ എന്തായി മാറുന്നു? ബില്ല് നിയമമായിട്ട് മാറുന്നു. ഇനി സ്വകാര്യ ബില്ല്, ഗവൺമെന്റ് ബില്ല് എന്നുള്ള തരത്തിൽ 2 തരത്തിലുള്ള ബില്ലുകളുണ്ട്. അതായത് ആരാണ് ബില്ല് അവതരിപ്പിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതാണ് ഗവൺമെന്റ് ബില്ലും സ്വകാര്യ ബില്ലും. അപ്പൊ സ്വകാര്യ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രി അല്ലാത്തൊരു സഭാംഗം, അതായത് ഒരു സാധാരണ MP അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് നമ്മൾ സ്വകാര്യ ബില്ല് അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ബില്ല് ഒരു മന്ത്രിയാണ് അവതരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗവൺമെന്റ് ബില്ല് എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ 106 ഭേദഗതിയിലെ വനിതാ സംവരണ ബില്ലായിരുന്നു. ഈ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത് ആരായിരുന്നു? അന്നത്തെ നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ ആണ്. അപ്പൊ മന്ത്രിയാണല്ലേ അവിടെ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും വനിതാ സംവരണ ബില്ല് എന്ത് ബില്ലാണ്? ഒരു ഗവൺമെന്റ് ബില്ലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി
ഇന്ത്യൻ ഭരണഘടനയുടെ 107 മുതൽ 122 വരെയുള്ള വകുപ്പുകളിലായിട്ടാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, എങ്ങനെയാണ് പാർലമെന്റിൽ ബില്ല് പാസ്സാക്കുന്നത് എന്നത് നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ വിവിധ തരം ബില്ലുകൾ നമുക്ക് മനസ്സിലായി. ആരാണ് അവതരിപ്പിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗവൺമെന്റ് ബില്ല്, സ്വകാര്യ വ്യക്തിയുടെ ബില്ല് എന്ന് പറയാം. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധനേതര ബില്ല് എന്നും ധനബില്ല് എന്നും വിവിധ ബില്ലുകളെ എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ സാധാരണ ബില്ല് അല്ലെങ്കിൽ ഓർഡിനറി ബില്ലുണ്ട്, അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലും ഉണ്ട്. അപ്പോൾ ഒരു സാധാരണ ബില്ല് എങ്ങനെയാണ് നിയമമായി മാറുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാം വായനയിൽ, ഇതിപ്പോ ഒന്നാം വായനയിൽ എന്താണ് നടക്കുക എന്നാണ് നമ്മളിപ്പോ പറയുന്നത്. ഒന്നാം വായന സഭയുടെ അനുമതി വാങ്ങിയ ശേഷം ഒരു വിശദീകരണ പ്രസ്താവനയോടുകൂടി ഏതെങ്കിലും അംഗം ബിൽ അവതരിപ്പിക്കുന്നു. ഈ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ബില്ല് എതിർപ്പ് നേരിടുകയാണെങ്കിൽ അവതരിപ്പിച്ച അംഗത്തിനും എതിർത്ത അംഗത്തിനും അവരുടെ നിലപാട് വിശദീകരിക്കുന്നതിന് അവസരം ലഭിക്കുന്നു. ഭൂരിപക്ഷം അംഗങ്ങൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ആ ബില്ല് അവതരണമാണ്, ആദ്യമായിട്ട് എന്താണ് ബില്ല് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഒന്നാം വായനയിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്? രണ്ടാം വായനയിലാണ്. ഈ ഘട്ടത്തിൽ ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടമാണിത്. ചർച്ചയ്ക്ക് ശേഷം ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. അതാണ് കമ്മിറ്റി ഘട്ടം. എന്താണ് ഈ കമ്മിറ്റി ഘട്ടം? ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ ഉൾപ്പെടുത്തി സഭ സെലക്ട് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ബില്ലിലെ വ്യവസ്ഥകൾ സൂക്ഷ്മമായി വിലയിരുത്തി സഭയിൽ ചർച്ച ചെയ്യുന്നതിനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇനി റിപ്പോർട്ട് അവതരിപ്പിക്കണം അല്ലെ, ഈ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് അവതരിപ്പിക്കണം. അതാണ് റിപ്പോർട്ടിംഗ് ഘട്ടം. കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സഭ ബില്ലിലെ വ്യവസ്ഥകൾ, ഓരോ ഭേദഗതി നിർദ്ദേശങ്ങളും ചർച്ച ചെയ്ത് വോട്ടിന് ഇടുന്നു. ഇനിയാണ് എന്ത് വരുന്നത്? മൂന്നാം വായന വരുന്നത് അല്ലെ, അവസാനത്തെ വായനയാണ്. മൂന്നാം വായനയ്ക്കായി നിശ്ചയിക്കപ്പെടുന്ന ദിവസം അന്തിമ അംഗീകാരത്തിനായി ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നു. കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഈ ഘട്ടത്തിൽ ബില്ലിന് വരുത്താറില്ല. ഹാജരായ അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ സഭ ബിൽ പാസ്സായതായിട്ട് കണക്കാക്കും. ഒരു സഭ ബിൽ പാസ്സാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സഭയിലും ഇതേ നടപടിക്രമങ്ങൾ, ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന വേണം. രണ്ടാമത്തെ സഭയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇരു സഭകളിലും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കാം. അപ്പൊ ഇതുവരെ നമ്മുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ 3 തവണയെ സംയുക്ത സമ്മേളനം വിളിച്ചിട്ടുള്ളൂ. സാധാരണഗതിയിൽ ലോകസഭയും രാജ്യസഭയും വെവ്വേറെയാണ് സമ്മേളിക്കുക. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് സമ്മേളിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ സംയുക്ത സമ്മേളനം എന്ന് വിളിക്കുന്നത്. ആർട്ടിക്കിൾ 108 എന്തിനെ കുറിച്ച് പറയുന്നത്? നമ്മൾ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ധനകാര്യ ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയുടെ അധികാരങ്ങൾ പരിമിതമാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഒന്നുകിൽ ബില്ല് അംഗീകരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭേദഗതി നിർദ്ദേശിക്കുക. ഇത് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരിക്കലും ഒരു ധനകാര്യ ബിൽ തള്ളിക്കളയാൻ രാജ്യസഭയ്ക്ക് കഴിയില്ല. രാജ്യസഭ നൽകുന്ന ഭേദഗതികൾ ലോകസഭയ്ക്ക് അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. 14 ദിവസത്തിനകം നടപടി ഒന്നും എടുത്തില്ല എങ്കിൽ ആ ബില്ല് രാജ്യസഭ പാസ്സാക്കിയതായിട്ട് പരിഗണിക്കും. അപ്പൊ പരമാവധി എത്ര ദിവസം രാജ്യസഭയ്ക്ക് ധനബില്ലുകൾ കൈവശം വെക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 14 ദിവസം എന്നാണ് ആൻസർ. ഇരു സഭകളും അംഗീകരിച്ച ശേഷം ബിൽ പ്രസിഡന്റിന്റെ അനുമതിക്കായി അയക്കും. അനുമതി ലഭിക്കുന്നതോടെ ബില്ല് നിയമമായിട്ട് മാറും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, പാർലമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോകസഭ വരും, രാജ്യസഭ വരും, പിന്നെ നമ്മുടെ പ്രസിഡന്റ് വരും. ഓക്കെ, ഇത്രയും ചേർന്നാണ് പാർലമെന്റ്. എന്നാൽ ദേശീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോൾ അവിടെ പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് ഒപ്പുവെച്ചാലല്ലേ ഒരു നിയമം എന്തായിട്ട് മാറുള്ളൂ, ഒരു ബില്ല് നിയമമായിട്ട് മാറുള്ളൂ. അതുപോലെ തന്നെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണ്. പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് നമ്മൾ പാർലമെന്റിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. ഇനി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാര്, പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി, ഇതൊക്കെ എന്താണ്, കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പാർലമെന്റ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇത് വായിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ മന്ത്രിമാരില്ലേ,
മന്ത്രിമാര് ഓക്കെ എനിക്ക് ഈ വകുപ്പ് കിട്ടി, ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ എന്ന് പറഞ്ഞിരിക്കുകയാണോ? അല്ല. മന്ത്രിമാർ എന്ത് ചെയ്യണം? നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികൾക്ക് പാർലമെന്റിൽ ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ, ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ, ലഘു നോട്ടീസ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊക്കെ പലതരം ചോദ്യങ്ങളുണ്ട്. അപ്പം ഇതിലൂടെ എന്താ ചെയ്യുന്നത്? ജനപ്രതിനിധികളായിട്ടുള്ള MP-മാര് നമുക്ക് വേണ്ടിയിട്ട് മന്ത്രിമാരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏത് പാർട്ടിക്കാണ് അല്ലെങ്കിൽ ഏത് സഖ്യത്തിനാണ് ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റുക? നമുക്കറിയാം, ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയോ സഖ്യമോ ആണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും നിയമനിർമ്മാണ വിഭാഗത്തെ ഏകപക്ഷീയമായും അനിയന്ത്രിതമായും കൈകാര്യം ചെയ്യുന്നതിന് കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കില്ലേ? കാരണം എങ്ങനെയാണ്? മെജോറിറ്റി സീറ്റുകൾ കിട്ടുന്ന കക്ഷിയോ അല്ലെങ്കിൽ പാർട്ടിയാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കൊരു പവർ അവിടെ ഉണ്ടാവില്ലേ, അപ്രമാദിത്യം അവർക്കുണ്ടാവും. പാർലമെന്റ് ഭരിക്കുന്ന പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പാർലമെന്റ് മന്ത്രിസഭയുടെ കയ്യിലെ പാവയായി മാറുവാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സഭ കാര്യക്ഷമമായും ജാഗരൂകമായും പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവണതകൾക്ക് തടയിടാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള പ്രവണതകളെ നിയന്ത്രിക്കുവാൻ പാർലമെന്റിന് കഴിയുമോ? കഴിയും. സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ കാര്യക്ഷമമായും നിർഭയമായും തങ്ങളുടെ അധികാരങ്ങളും സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തിയാൽ ഈ പ്രവണതകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാം. പാർലമെന്റ് അംഗങ്ങളുടെ വിശേഷാനുകൂല്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പാർലമെന്റ് പ്രിവിലേജ് എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇവര് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം. സഭാംഗങ്ങൾക്ക് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ ഏത് കാര്യത്തെക്കുറിച്ച് വേണമെങ്കിലും പറയാം. നമ്മുടെ ന്യൂസ് ചാനലൊക്കെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് കാണുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ടാവും, പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നല്ലേ, അല്ലെങ്കിൽ മന്ത്രിമാരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതൊക്കെ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പാർലമെന്റിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ ഒരുവിധ നടപടിയും അംഗത്തിന്മേൽ എടുക്കാൻ പാടില്ല. അപ്പൊ ശ്രദ്ധിക്കുക, സഭാംഗങ്ങളെ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ വേണം എന്ത് ചെയ്യാൻ? കാര്യങ്ങൾ പറയാൻ. ഇതിനെയാണ് പാർലമെന്ററി വിശേഷാധികാരം എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് ജനകീയ പ്രശ്നവും സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പരിഹാരം നേടുവാനും സഭാംഗത്തിന് കഴിയുന്നു. ഇനി ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് പാർലമെന്റ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നയരൂപീകരണ ഘട്ടം, നയം നടപ്പിലാക്കുന്ന ഘട്ടം, നയം നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഘട്ടം എന്നിവിടങ്ങളിലെല്ലാം സഭയ്ക്ക് ഗവൺമെന്റിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചകളും പര്യാലോചനകളും, ഡെലിബ്രേഷൻ ആൻഡ് ഡിസ്കഷൻ, നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ, ധനപരമായ നിയന്ത്രണങ്ങൾ, അവിശ്വാസ പ്രമേയം, ഇത്തരം മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തെ പാർലമെന്റ് നിയന്ത്രിക്കുന്നത്. എന്താണ് ഈ ചർച്ചകളും പര്യാലോചനകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിയമനിർമ്മാണ സഭകളെ സംബന്ധിച്ചുള്ള വാർത്തകളിൽ ചോദ്യോത്തര വേള, ശൂന്യവേള, അടിയന്തര പ്രമേയം എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണിത്? ചോദ്യോത്തര വേളയിൽ അംഗങ്ങൾക്ക് മുൻകൂട്ടി എഴുതി നൽകിയ ചോദ്യങ്ങൾക്ക് മേൽ മന്ത്രിമാർ മറുപടി നൽകുന്ന സമയമാണ് ചോദ്യോത്തര വേള. സഭ സമ്മേളിക്കുന്ന എല്ലാ ദിവസവും 1 മണിക്കൂർ ചോദ്യോത്തര വേള അനുവദിച്ചിട്ടുണ്ട്. 11 മണി മുതൽ 12 മണി വരെയാണ് ചോദ്യോത്തര വേള. 12 മണി മുതലുള്ള സമയമാണ് ശൂന്യവേള. രാജ്യസഭയിൽ ഈ സമയം വ്യത്യാസമുണ്ട്. ലോകസഭയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. രാജ്യസഭയിൽ ശൂന്യവേളയോടുകൂടി 12 മണിക്കാണ് എന്ത് ചെയ്യുക? സഭ ആരംഭിക്കുക കേട്ടോ. അതൊന്നും മനസ്സിൽ വെച്ചേക്കാം. ഈ സമയത്ത് അംഗങ്ങൾക്ക് പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിനും ചർച്ചകൾ നടത്തുന്നതിനും അവസരം ലഭിക്കുന്നു. ഈ സമയത്താണ് ഈ പറഞ്ഞ നമ്മുടെ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങളും ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളും ലഘു നോട്ടീസ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ മന്ത്രിമാരെന്ത് ചെയ്യണം? വാക്കാൽ അതിന് മറുപടി നൽകണം എന്നുള്ളതാണ്. നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ മന്ത്രിമാർ വാക്കാൽ മറുപടി നൽകേണ്ട ആവശ്യമില്ല. എഴുതി തയ്യാറാക്കിയിട്ടുള്ള മറുപടി മേശപ്പുറത്ത് വെച്ചാൽ മതിയാകും. ഓക്കെ. ഇനി നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ. നിയമങ്ങൾക്ക് അംഗീകാരം നൽകൽ എന്ന അധികാരം ഉപയോഗിച്ച് പാർലമെന്റിന് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാം. ബില്ലുകൾ നിയമമാകണമെങ്കിൽ സഭയുടെ അംഗീകാരവും രാഷ്ട്രപതിയുടെ അനുമതിയും വേണമെന്ന കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാ. ഭരിക്കുന്ന പാർട്ടിക്ക് സഭയിൽ മതിയായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ബില്ലുകൾ നിഷ്പ്രയാസം പാസ്സാക്കുവാൻ കഴിയും. കഴിഞ്ഞ 2 ലോകസഭയിൽ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ ഇതായിരുന്നു. കാരണം നമുക്കറിയാം NDA ഗവൺമെന്റിന് നല്ല കൃത്യമായ
വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ ഏത് ബില്ല് കൊണ്ടുവന്നാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനു തന്നെ പാർട്ടിയുടെ ഉള്ളിലും സഖ്യത്തിലും പലതരത്തിലുള്ള വിലപേശലുകളും ചർച്ചകളും നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കില്ല. ഇത്തരം സാഹചര്യത്തിൽ ബില്ലുകൾ പാസ്സാക്കുന്നതിന് എന്ത് ചെയ്യണം, ഭരണപക്ഷം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാറുണ്ട്. ഇനി എങ്ങനെയാണ് ധനപരമായ നിയന്ത്രണം? ഗവൺമെന്റിന്റെ പരിപാടികൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ പണം കണ്ടെത്തുന്നത് ബജറ്റ് നിർദ്ദേശങ്ങളിലൂടെയാണ്. സഭ ബജറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ ഗവൺമെന്റിന് ധനലഭ്യത ഇല്ലാതാകും. ധനവിനിയോഗത്തിന്മേലുള്ള ഈ നിയന്ത്രണം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുവാൻ ലോകസഭയെ സഹായിക്കുന്നു. ധനവിനിയോഗത്തെ സംബന്ധിച്ച് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെയും അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാനും വിമർശിക്കുവാനും കഴിയും. ഇനിയാണ് അവിശ്വാസ പ്രമേയം. മന്ത്രിസഭയുടെ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഉപകരണമാണ് അവിശ്വാസ പ്രമേയം. ഭരിക്കുന്ന പാർട്ടിക്ക് അഥവാ സഖ്യത്തിന് സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. എന്നാൽ 1989 ശേഷം ഇന്ത്യയിൽ പല സർക്കാരുകളും അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കുവാൻ കഴിയാതെ പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. സഖ്യത്തിലെ കൂട്ടുകക്ഷികൾ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്നിട്ടാണ് ഈ സർക്കാരുകൾ നിലം പതിച്ചിട്ടുള്ളത്. ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ അവസാന ഘട്ടത്തിലൂടെ പോവാണ്. ഇതോടെ കഴിഞ്ഞ ഈ ചാപ്റ്റർ കഴിഞ്ഞു. പാർലമെന്ററി കമ്മിറ്റികളുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? നേരത്തെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏത് അഴിമതി കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്മിറ്റിയെ നിയമിച്ചത്? എന്താണ് ഇത്തരം കമ്മിറ്റികൾ ചെയ്യുന്നത്? നിയമനിർമ്മാണ പ്രക്രിയയിലെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് പാർലമെന്ററി കമ്മിറ്റികളുടെ പ്രവർത്തനം. നിയമനിർമ്മാണ വിഷയങ്ങളെക്കുറിച്ച് ഗാഢ പര്യാലോചനകൾ നടത്താനുള്ള സമയം പാർലമെന്റിന് ലഭിക്കാത്തതുകൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് റിപ്പോർട്ട് സഭയിൽ വെക്കുന്നതിനാണ് പാർലമെന്ററി കമ്മിറ്റികളെ നിയമിക്കുന്നത്. നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് പുറമെ സഭയുടെ ദൈനംദിന കാര്യങ്ങളിലും വളരെ വലിയ പങ്കാണ് പാർലമെന്ററി കമ്മിറ്റികൾ നിർവഹിക്കുന്നത്. വിവിധ മന്ത്രാലയങ്ങൾക്ക് ഗ്രാന്റ് അനുവദിക്കൽ, വകുപ്പുകളുടെ ധനവിനിയോഗം പരിശോധിക്കൽ, അഴിമതി അന്വേഷണം തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ പാർലമെന്ററി കമ്മിറ്റികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് പുറമെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികളും നിയോഗിക്കപ്പെടാറുണ്ട്. പാർലമെന്റിന്റെ ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിന് പാർലമെന്റിനെ സഹായിക്കുകയാണ് പാർലമെന്ററി കമ്മിറ്റികളുടെ ചുമതല. അതായത് നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഓരോ സ്കോഡ് ആക്കിയിട്ട് ഓരോ പണി കൊടുക്കൂലേ, അതേപോലെ തന്നെയാണ് ഈ പാർലമെന്ററി കമ്മിറ്റികൾ. ഈ പറയുന്ന പാർലമെന്റ് ചെയ്യേണ്ട ഓരോ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾക്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പാർലമെന്ററി കമ്മിറ്റികളെ നിയമിക്കുന്നത്. പ്രധാനമായും പാർലമെന്ററി കമ്മിറ്റികൾ രണ്ട് തരമാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, അഡ്ഹോക് കമ്മിറ്റികളും ഉണ്ട്. അതുകൂടെ ഒന്ന് മനസ്സിൽ ജസ്റ്റ് ആ ഒരു പേരുകൾ ഓർത്ത് വെക്കുക. അപ്പോൾ ലോകസഭാംഗങ്ങൾ മാത്രമുള്ള കമ്മിറ്റികളുണ്ട്, രാജ്യസഭാംഗങ്ങൾ മാത്രമുള്ള കമ്മിറ്റികളുണ്ട്. അതുപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികൾ അല്ലെങ്കിൽ JPCയും ഉണ്ട്. ചില പ്രത്യേക ബില്ലുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനും മറ്റും ഇത്തരം കമ്മിറ്റികൾ എന്ത് ചെയ്യാറുണ്ട്, നിയോഗിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ്. ചില കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനോടനുബന്ധമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. സ്മാർട്ട് പ്രെപ്പ് PSC എന്നുള്ള പേര് തന്നെ ടെലഗ്രാം ഗ്രൂപ്പ് ചാനലും ഉണ്ട്, ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഏരിയ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പറഞ്ഞു തരാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്